തിരുവനന്തപുരം കളിക്കാവിളയിൽ നടുറോഡിൽ ഇരുചക്ര വാഹനങ്ങളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനത്തിന്റെ റീല് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച 4 പേർ അറസ്റ്റിലായി. അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം വല്ലാത്ത ദൃശ്യങ്ങളില്ലേ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ഷഫീദ്, ഇവരെ കൃത്യമായി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോലീസ് തുനിഞ്ഞിറങ്ങിയിട്ടില്ലേ? ഇതിന്റെ നിയമ നടപടികൾ എങ്ങനെയാണ്? സുഹീല, കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിള, അതായത് തിരുവനന്തപുരത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ഥലം, കേരളത്തിലേക്ക് എൻട്രി ഉള്ള സ്ഥലം, അവിടെയാണ് അപകടകരമായ രീതിയിൽ ഈ അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നത്. തുടർന്ന് ഈ 2 പേരടങ്ങുന്ന 4 അംഗ സംഘമായിരുന്നു ഈ ബൈക്കിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുമാത്രം അപകടം നിറഞ്ഞതായിരുന്നു അവരുടെ യാത്ര എന്നുള്ളത്. കൂടാതെ തൊട്ടടുത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു വയോധികന്റെ ബൈക്കിലേക്ക് വാഹനം തട്ടുകയും അവരുടെ ബൈക്ക് തട്ടുകയും ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തിരുന്നു. തലനാടിലേക്കാണ് വലിയ അപകടങ്ങൾ ഇവരുടെ അഭ്യാസ പ്രകടനത്തിനിടെ മാറിപ്പോയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവരിത് റീലായി ഇത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഈ വീഡിയോ വൈറലായതോടെയാണ് 4 പേരെയും കളിയിക്കവിള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റാമുരം സ്വദേശികളായിട്ടുള്ള സഞ്ജയ്, ജോയൽ, വിശാഖ്, ജെബിൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരുടെ വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വിഷയം ഗൗരവമായി കാണുന്നുവെന്ന് കന്യാകുമാരി SP സെന്തിൽ അറിയിച്ചിട്ടുമുണ്ട്. കേരള തമിഴ്നാട് അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധനയ്ക്ക് കന്യാകുമാരി SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻപും സമാനമായ രീതിയിൽ റീൽ ചിത്രീകരണത്തിനിടെ ഈ അതിർത്തി പ്രദേശത്ത് പാറശാല, ഇഞ്ചിവിള, കളിയിക്കവിള തുടങ്ങിയ അതിർത്തി പ്രദേശത്ത് അപകടങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ അപകടം നടന്നത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അത് കടന്നു വരുന്ന ഒരു റോഡാണ്. അത് പ്രധാനപ്പെട്ട റോഡാണ്. നമ്മുടെ കളിയിക്കവിള ചെക്ക് പോസ്റ്റിന്റെ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യാം. സുഹൈൽ, ശരി. ചോരത്തിളപ്പിൽ ഈ തോന്നിയാസ പ്രകടനത്തിൽ മാനവ മര്യാദയ്ക്കും റോഡിലൂടെ നിരത്തിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവർക്ക് കൂടി അപകടമുണ്ടാക്കുമെന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത. മറ്റു വാർത്തയിലേക്കാണ്.